സ്ത്രീകളുടെ വെളിപ്പെടുത്തലിൽ യുവതികളുടെ വെളിപ്പെടുത്തലിൽ പ്രതിരോധത്തിലായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യം ശക്തമാവുകയാണ്. പാർട്ടിക്കുള്ളിൽ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ട പശ്ചാത്തലം ആണ് ഉള്ളത്. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ രാജി ആവശ്യമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന നേതാക്കളും രാഹുൽ രാജിവെക്കണമെന്ന നിലപാടിലാണ്. വനിതാ നേതാക്കൾ ഒന്നടങ്കം രാഹുൽ ഇനി തുടരുന്നത് ശുഭകരമാകില്ല എന്നത് തന്നെയാണ് അറിയിക്കുന്നത്. ബിന്ദു കൃഷ്ണയെ പോലെയുള്ള നേതാക്കൾ ഉടൻ രാജി വേണം എന്നാണ് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുലിന്റെ രാജിക്കാര്യത്തിൽ എന്താകും തീരുമാനം എന്നത് പ്രധാനമായി മാറുന്നു. KPCC അധ്യക്ഷൻ നേരത്തെ പ്രതികരിച്ചത് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തുണ്ടാകും എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടക്കുന്നു എന്നുകൂടിയാണ് പറഞ്ഞു വെച്ചത്. എന്താണ് രാഹുലിന്റെ രാജിക്കാര്യത്തിലുള്ള തീരുമാനം എന്നത് ഇനിയും അറിയേണ്ടതുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വസതിയിൽ ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ്. നേതാക്കൾ കൈവിട്ട പശ്ചാത്തലത്തിൽ രാഹുൽ സ്വയം രാജിക്ക് സന്നദ്ധനാകുമോ, അതിനപ്പുറത്ത് പാർട്ടി രാജി ആവശ്യപ്പെടുമോ എന്നതിൽ ആണ് ഇനി വ്യക്തത കൈവരേണ്ടത്. നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. അല്ല, ഒരു കാലത്തും കോൺഗ്രസിൽ അങ്ങനെ അഭിപ്രായം പറയുന്നത് വിലക്കിയിട്ടില്ല. അങ്ങനെയുള്ള വിലക്കുകളൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാഹുലിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത വലിയൊരു സംഭവം പുറത്തേക്ക് വന്നു. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുമില്ല. തീർച്ചയായും അല്ലെങ്കിൽ ഇത് തെറ്റാണെന്നുള്ള പറയാത്തൊരു സാഹചര്യത്തിൽ മറ്റ് കാര്യങ്ങളിലേക്ക്, അതായത് അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് ഒന്നും പോകാതെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യമെന്ന് പറയുന്നത് ധാർമ്മികതയാണ്. നിയമത്തെക്കാൾ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയ പരിസരമാണ് കേരളത്തിലുള്ളത്. അത് CPM ഒന്നും പാലിക്കുന്നില്ല, അല്ലെങ്കിൽ BJP പാലിക്കുന്നില്ല എന്നത് വേറെ കാര്യം. എങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹം രാജിവെച്ച് മുഖ്യധാര രാഷ്ട്രീയ രംഗത്തുനിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതാണ് പ്രസ്ഥാനത്തിനും നാടിനും ഉചിതം. ഉമാ തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് രാഹുൽ ഒന്നുകിൽ ഇതൊക്കെ തെറ്റായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഒരു നിയമ നടപടി സ്വീകരിക്കണം. ഈ നിശബ്ദത എന്ന് പറയുന്നത് ഇതെല്ലാം ശരിയെന്ന് അംഗീകരിക്കുന്ന എന്നാണ് ഉമാ തോമസ് MLA പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും മൗനം സമ്മതം എന്നാണല്ലോ പൊതുവെ ഒരു മലയാളത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. എന്തു തന്നെയായാലും കോൺഗ്രസ് രാഷ്ട്രീയം എല്ലാ കാലത്തും മാനവികതയും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതാണ്. CPM-നെ പോലെയല്ല. CPM-ന്റെ വനിതാ നേതാക്കന്മാർ ഇപ്പോൾ മുകേഷിൻ്റെ എത്രയെത്ര സ്ത്രീപീഡന കേസുകൾ, എന്താ പറയുക, ഗാർഹിക പീഡനവും സ്ത്രീപീഡനവും ഒക്കെ വന്നപ്പം അതിന് വെള്ള പൂശിയ വനിതാ നേതാക്കന്മാർ സ്വന്തം പാർട്ടിയിലെ ഒരു യുവതിക്ക് നേരെ സ്വന്തം പാർട്ടിയുടെ MLA ആക്രമണം നടത്തിയെന്ന പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കെതിരായി നിലപാടെടുത്ത് റിപ്പോർട്ട് കൊടുത്ത ശ്രീമതി ടീച്ചർ അടക്കം വന്നെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ലജ്ജയില്ലേ ശ്രീമതി ടീച്ചറെ? തീവ്രത അടക്കാൻ പോയിട്ട് കോൺഗ്രസിനെ മൂല്യം പഠിപ്പിക്കാൻ വേണ്ട കാര്യമില്ല. കോൺഗ്രസ് വളരെ കൃത്യമായി കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്ത രീതിയിൽ 24 മണിക്കൂറിനകം ആദ്യ സ്റ്റെപ്പ് എടുത്തു. അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വത്തിൽ വലിയ ചർച്ച നടത്തി എല്ലാവരും ഒരു അഭിപ്രായ ഐക്യത്തിലെത്തി. തീർച്ചയായും പാർട്ടി നിലപാട് പറയും, ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കും. കോൺഗ്രസ് പാർട്ടി, രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി വലിയൊരു പോരാട്ടത്തിൻ്റെ മധ്യത്തിലാണ്. ഇതിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരിക്കുകയാണ്. അത്തരം ബാധ്യത കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ്, ആ വ്യക്തി ചെയ്യുന്ന തെറ്റിന് ആ വ്യക്തി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. രാഹുലിനെതിരെ ഇപ്പോൾ 2-3 ദിവസമായി ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. എനിക്കതിൻ്റെ കൃത്യമൊന്നും നിജസ്ഥിതിയൊന്നും അറിയില്ല. ഇത് തെറ്റാണ് എങ്കിൽ രാഹുൽ അത് സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തണം, അല്ലെ പാർട്ടിയെങ്കിലും ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല, യൂത്ത് കോൺഗ്രസിനുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ, നിരപരാധിത്വം തെളിയിച്ച് പാർട്ടിക്ക് മുമ്പിൽ വിശദീകരണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ, സമൂഹത്തിന് മുമ്പിൽ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കണം. ഇതാണ് എൻ്റെ നിലപാട്. അല്ല, ഇതിനകത്ത് രാഹുലിനി മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്. അപ്പോൾ ഇത് പൊതു മനസാക്ഷിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി, അല്ലെങ്കിൽ സ്ത്രീകളെ ആശങ്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് ഇതിപ്പോൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഇതിനാണ് പ്രസക്തി. ബാക്കി കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്താനൊന്നും ഞാനില്ല. ഓക്കെ. ഇതുപോലെ ആരോപണ വിധേയരായ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല
അതിലൊരു തർക്കവുമില്ല. നിരവധി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം നേരിടുകയാണ് വേണ്ടത്. അത് ആ പാർട്ടി ആ തീരുമാനം അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് ആ പാർട്ടി എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, സ്ത്രീകൾക്കെതിരെ ഏത് തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായാലും അത് ക്രിമിനൽ ഒഫൻസ് ആണ്, അതിലൊരു സംശയവുമില്ല. അത് ഏത് ആളുകൾ പറഞ്ഞാലും ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിലൊക്കെ ആ ഗൗരവത്തിൽ തന്നെ ആ വിഷയങ്ങൾ എടുക്കണം, കൈകാര്യം ചെയ്യണം എന്നതാണ് പാർട്ടി നേതാക്കന്മാർ ചെയ്യേണ്ടത്. അത് പാർട്ടികളുടെ കൂടി ഉത്തരവാദിത്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മുന്നേറ്റം ഉയർന്നു വന്ന ഈ ആരോപണങ്ങൾ ഇതുപോലെയുള്ള ക്രിമിനൽ ഒഫൻസുകളാണ്. പരമായി ഇതുമായി മുന്നോട്ട് പോകാൻ അതിജീവിതകൾ തയ്യാറാകണം. അതിനുള്ള സംരക്ഷണം, പൂർണ്ണമായ പിന്തുണ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. നാളെ ഇതുപോലെയുള്ളത് ഇനി ആവർത്തിക്കപ്പെടരുത് എന്നതാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാ സ്ത്രീകൾക്കും മാന്യമായി സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഇതുണ്ടാകണം. ആ സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത്. കോൺഗ്രസിനകത്ത് നിന്ന് മാത്രമല്ല മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഘടകകക്ഷികളുടെ നേതാക്കൾക്കും ഇതേ നിലപാട് തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുലിന് രാജിസമ്മർദ്ദം ഏറുന്നത്.